റോഡിലും വഴിവക്കുകളിലും എന്ന് വേണ്ട എവിടെ തിരിഞ്ഞു നോക്കിയാലും വാഹനങ്ങളാണ്. 10-20 വർഷം മുമ്പ് അപൂർവമായിരുന്ന വാഹനങ്ങളാണ് ഇപ്പോൾ നിരത്തുകൾ നിറഞ്ഞൊഴുകുന്നത്. പാലക്കാട് ജില്ലയിൽ 2025 ഡിസംബർ 20 വരെയുള്ള കണക്ക് പ്രകാരം 12 ലക്ഷം വാഹനങ്ങളായി ഉയർന്നു. ജില്ലയിലാകെ 8.20 ലക്ഷം കുടുംബങ്ങൾ ഉള്ളപ്പോഴാണ് അതിലും 50% വാഹനങ്ങളുടെ വർധനയുണ്ടായിരിക്കുന്നത്. അതായത് ഒരു വീട്ടിൽ ഒന്നിലധികം വാഹനങ്ങൾ ഉണ്ട് എന്നതാണ് ഇത് വ്യക്തമാക്കുന്നത്. ഇരുചക്ര വാഹനങ്ങൾ 60% വീടുകളിലുമുണ്ട്. ആദിവാസി മേഖലകളടക്കം എല്ലായിടത്തും വാഹനങ്ങൾ ഉണ്ടെന്നർത്ഥം. ഓട്ടോ, ജീപ്പ്, കാറ്, വാൻ, ബസ്, ലോറി, ട്രക്ക് ഉൾപ്പെടെ 12,03,054 വാഹനങ്ങളാണ് ഡിസംബർ 20 വരെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 2024 അപേക്ഷിച്ച് 2025 13.7% വാഹന വർധനവാണ് പാലക്കാട് ജില്ലയിൽ ഉണ്ടായിരിക്കുന്നത്. പാലക്കാടിന് പുറമെ ഒറ്റപ്പാലം, ചിറ്റൂർ, ആലത്തൂർ, മണ്ണാർക്കാട്, പട്ടാമ്പി RTO സബ് ഓഫീസുകളുടെ കീഴിലാണ് വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 2024 76,636 വാഹനങ്ങളാണ് രജിസ്റ്റർ ചെയ്തതെങ്കിൽ തൊട്ടടുത്ത വർഷം 87,883 വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടു. ജനുവരിയിൽ ഒറ്റ മാസം 3,210 വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് രേഖകൾ പറയുന്നു. കോവിഡ് കാലം മുതലാണ് ജില്ലയിൽ വാഹന വിൽപ്പന വൻതോതിൽ ഉയർന്നു തുടങ്ങിയത്. പൊതുവാഹനങ്ങളായ ബസും ജീപ്പും ടാക്സിയും ഓടാതിരുന്ന കാലത്താണ് ഇരുചക്ര വാഹനങ്ങൾ ആളുകൾ യഥേഷ്ടം വാങ്ങിക്കൂട്ടിയത്. 2020-21 47,600 വാഹനങ്ങളാണ് രജിസ്റ്റർ ചെയ്തത്. ജില്ലയിൽ ഇലക്ട്രിക് വാഹനങ്ങളുടെ വിപണിയും കുതിച്ചുയർന്നിട്ടുണ്ട്. ഇരുചക്ര വാഹനങ്ങൾ 47,620 കഴിഞ്ഞ വർഷം 1,271 ഇരുചക്ര വാഹനങ്ങളും 3,810 കാറുകളും രജിസ്റ്റർ ചെയ്തിരുന്നു. ഈ വർഷം ഈ വാഹനങ്ങൾ വലിയ തോതിൽ ആളുകൾ വാങ്ങുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. UTV ന്യൂസ്, പാലക്കാട്.